എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊട്ടിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം അലോട്ട്മെന്റ് ലിസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഹൗ ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നമുക്ക് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം അലോട്ട്മെന്റ് ലിസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് ചെക്ക് ചെയ്യുന്ന എങ്ങനെ നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി MG യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. വീണ്ടും തുറന്നു വരുന്ന പേജിൽ അത് അഡ്മിഷൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, UG CAP FUGP എന്നൊക്കെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാൻ, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് യൂസർ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. ഒന്നാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കുകയും രണ്ടാം അലോട്ട്മെന്റിൽ അതേ ഓപ്ഷൻ ലഭിക്കുകയോ ഹയർ ഓപ്ഷൻ ലഭിക്കുകയോ ചെയ്താൽ നിങ്ങൾ വീണ്ടും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുകയും ശേഷം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ടൈമിൽ കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകുകയും ചെയ്യാം. എന്നാൽ ഒന്നാം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാതിരിക്കുകയും രണ്ടാം അലോട്ട്മെന്റിൽ ആദ്യമായി സീറ്റ് ലഭിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ 1000-1500 രൂപയോളം അടുത്ത് വരും. അത് നിങ്ങൾ അടയ്ക്കുകയും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുകയും ശേഷം അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുകയും യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ടൈമിൽ കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകുകയും ചെയ്യണം. പ്രിയ വിദ്യാർത്ഥികൾ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടാം അലോട്ട്മെന്റിൽ ആദ്യമായി സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവിടെ അലോട്ട്മെന്റ് മെമ്മോ കാണില്ല. നിങ്ങൾക്ക് അവിടെ മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ആ മാൻഡറ്ററി ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.